ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ക്രിസ്മസ് ഒക്കെ ആവാറായി. അപ്പൊ നമ്മള് എന്താ സിജോപ്പ ഉണ്ടാക്കുന്നത്? മുന്തിരി വൈൻ, നമ്മുടെ സ്പെഷ്യൽ മുന്തിരി വൈൻ. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. സിജോപ്പ, നമുക്ക് ആദ്യം മുന്തിരി നമ്മൾ എടുത്തിരിക്കുന്ന 4 കിലോ മുന്തിരി കേട്ടോ. 4 കിലോ മുന്തിരിക്ക് നമ്മള് 1.25 കിലോ പഞ്ചസാര ഇട്ടു. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രാമ്പു എടുത്തു, ഏലക്ക എടുത്തു, പിന്നെ കറുകാപ്പട്ട. ഇത് 3 കൂടെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സൂചി ഗോതമ്പ് ഉണ്ട്. പിന്നെ നമ്മള് ഈസ്റ്റ് ഒരു 3 പാക്കറ്റ്, നമ്മൾ 10 രൂപ ഒരു 3 പാക്കറ്റ് ഈസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വേണ്ടത്. ഇനി നമ്മൾ പോകുന്നപ്പോ മുന്തിരി കഴുകാനാണ്. മുന്തിരി നമ്മൾ ആദ്യം എങ്ങനെ നമ്മൾ കഴുകുന്നത്? മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് അതിന്റെ വിഷവും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് ഇളം ചൂടിലൊന്ന് കഴുകി. നമ്മൾ പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇളം ചൂടുവെള്ളത്തിൽ നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് കഴുകിയതിന് ശേഷമുള്ളത് കാണിച്ചു തരാം കേട്ടോ. സിജോപ്പ, നമ്മളിത് വാങ്ങിയിരിക്കുന്ന 4 കിലോ ഇതാണ് മുന്തിരി. നീ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതല്ലേ? ഞാൻ 5-6 വർഷമായിട്ട് ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ. സിജോ ഇതിലൊരു സ്പെഷ്യലിസ്റ്റ് ആണ്. എല്ലാ വർഷവും സിജോ ഇത് ശരിക്കും അല്ലേ? നീ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയൊക്കെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാം നല്ല കൊടുത്തവർക്ക് എക്സ്പെർട്സിന് കൊടുത്തവരൊക്കെ അടിപൊളിയായിരുന്നു. ഓ, ഇത് ശരിക്കും സിജോ നമ്മൾ ഈ കൊലയോടുകൂടി ഉള്ളത് വാങ്ങാതെ ശരിക്കും അടന്നത് വാങ്ങായിരിക്കും ഒന്നുകൂടി നല്ലത്. മുന്തിരി അടന്ന് വെച്ചാല് അങ്ങനെ കടയിലൊക്കെ കൊടുക്കാറുണ്ട് പൊതുവെ, അങ്ങനെ വൈനായിട്ട് മാത്രം അല്ലേ? പക്ഷെ അത് നമുക്ക് റേറ്റ് വളരെ കുറവായിട്ട് കിട്ടും. ഓ, റേറ്റ് വളരെ കുറവായിരിക്കും. ഇപ്പൊ ഞാൻ പകുതി വിലക്ക് തരും അല്ലേ? ഇപ്പൊ ഞാൻ അത് വാങ്ങിയത് ഓൾമോസ്റ്റ് ഒരു 95 രൂപയോളം കൊടുത്തിട്ടെ ഈ മുന്തിരി വാങ്ങിയത്. 95 100 രൂപയാണ് നമ്മൾ ഇത്രയും വാങ്ങിയോണ്ട്. 4 കിലോ വാങ്ങിയത് കൊണ്ട് അവര് ഇതാക്കി തന്നു. ഈ മുന്തിരിയിലാണ് ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന സാധനം. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ കണ്ടത്. നമ്മളിത് മഞ്ഞള് വെള്ളത്തിലും ഉപ്പ് വെള്ളത്തിലും കൂടെ ഇട്ട് കഴുകിയത്. അപ്പൊ അങ്ങനെ കഴുകി എടുത്തു കഴിഞ്ഞാലേ അത് ശരിയാവുള്ളൂ കേട്ടോ. അപ്പൊ അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ കഴുകാതെ ഇട്ട് കഴിഞ്ഞാല്, കഴുകാതെ അല്ല, വലിയൊരു ഇതില്ലാത്ത രീതിയിൽ കഴുകാതെ ഇട്ട് കഴിഞ്ഞാലേ അത് നമുക്ക് തന്നെ ബാധിക്കും കേട്ടോ. നമ്മള് മുന്തിരി നല്ല ചൂടുവെള്ളമല്ല, ഇളം ചൂടുവെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കട്ടെ. നമ്മൾ ഇതിലേക്ക് പച്ചവെള്ളം എന്ന് പറഞ്ഞ സാധനം തൊടരുത് കേട്ടോ. പിന്നെ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം എന്ന് പറഞ്ഞ സാധനം ഇതിൽ ഒന്നിലും വരരുത്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ചിലവരിത് ഓരോന്നൊക്കെ ചിലത് ഉടച്ച് നെരുക്കിയിടും. നമ്മൾ പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മളിത് കുറച്ചിടുന്നു, നമ്മൾ പൊട്ടിക്കുന്നു, എന്നിട്ട് നമ്മൾ വീണ്ടും പഞ്ചസാര ഇടുന്നു, വെള്ളം ഇടുന്നു അല്ലേ? അപ്പൊ നമ്മളിത് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമ്മള് ഭരണിയിലേക്ക് നമ്മള് മുന്തിരി ഇടുകയാണ്. നമ്മളിതൊരു 4 കിലോ കുറച്ചൊക്കെ ഇങ്ങനെ കഴുകുമ്പോ അവിടെ പൊട്ടി പോകും. വെള്ളം എന്ന് പറഞ്ഞ സാധനം തുടങ്ങില്ല ചിലപ്പോ ഇളം ചൂടുവെള്ളം തട്ടണമെന്നുള്ളൂ കഴുകുമ്പോ. ഞാൻ ചിലവരൊക്കെ ഉണ്ടാക്കുന്ന കാണുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല്, ഇതില് ചിലവര് മുന്തിരി ഉണ്ടല്ലോ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഈ ടിഷ്യൂ പേപ്പർ ഒക്കെ ഇട്ട് തുടയ്ക്കുന്നൊക്കെ കാണാം. അതിന്റെ ആവശ്യമായിരിക്കും. വെള്ളം തട്ടാതെ ഉണ്ടാക്കുന്നവരാ. നമ്മൾ വെള്ളം മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതുകൊണ്ട്, നമ്മൾ ചൂടുവെള്ളം ഇടുന്നതുകൊണ്ട് ഇത് കാണിച്ചു തരുന്നത് എങ്ങനെ പൊട്ടിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ഫുള്ള്, അതായത് ആ മുന്തിരി ഒന്ന് ഇതാവണം കേട്ടോ. ആ പൾപ്പെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാല് അതിന്റെ ഇതാവുള്ളേ. ഇപ്പൊ നമ്മള് 4 കിലോ മുന്തിരി ഇതിലിട്ട് ഉടച്ചപ്പോ തന്നെ അത്യാവശ്യം നല്ല മുന്തിരിച്ചാറായി. ഇനി നമ്മുടെ അടുത്ത പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചസാര. സിജോ മറ്റേ എന്താ കിഴികെട്ട സൂചി ഗോതമ്പ് കിഴി കെട്ടിയിടണം എന്നാണ് ശരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശരിക്കും അല്ലെങ്കിൽ ഇതിന്റെ കളറൊക്കെ ഇത് ദ്രവിച്ച് ഇത് ഒന്ന് പഴുത്ത് വന്നുമ്പോഴത്തേക്കും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് കളറ് മാറും. അപ്പൊ മുന്തിരിയുടെ വൈനിന്റെ കളറ് ഒരു വേറെ ടൈപ്പായി മാറും. ആ റോസ് കിഴിയാവുമ്പോ കിഴി കടന്നിട്ട് അതിനുള്ളിൽ തന്നെ വലിയ പ്രശ്നമില്ലാതെ അത്. നമ്മളിത് എടുത്തിരിക്കുന്നത് 1.25 കിലോ പഞ്ചസാര കേട്ടോ. നമ്മൾ അധികം പഞ്ചസാരയും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പഞ്ചസാര കുറെ ആഡ് ചെയ്ത് കഴിഞ്ഞാല്, ഞാൻ പലയിടത്തുനിന്നും ഈ വൈന് കുടിച്ചിട്ടുണ്ട്. വൈന് കുടിക്കുമ്പോൾ ഞാൻ ശരിക്കും ഒരു സ്ഥലത്തുനിന്ന് നല്ല സൂപ്പർ വൈന് കുടിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചസാര അധികം ഉണ്ടാവത്തില്ല. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ, നമ്മൾ ഒരു സിപ്പ് കുടിക്കുമ്പോൾ അതിന്റെ രുചി മനസ്സിലാവില്ല. പക്ഷെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുമ്പോഴേ അതിന്റെ ടേസ്റ്റ് നമ്മുടെ നാക്കിലേക്ക് ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ അതാണ് പരീക്ഷിക്കുന്നത്. അപ്പൊ അതിനധികം പഞ്ചസാര വരത്തില്ല. അപ്പൊ നമ്മൾ 4 കിലോ ഇതിനെടുത്തിരിക്കുന്ന ഒരു 1.25 കിലോ പഞ്ചസാര ഇടുന്നതുകൊണ്ട് അതുകൊണ്ട് എന്തോ പ്രോസസ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ? ഫെർമെന്റേഷൻ ഒക്കെ കറക്റ്റ് നടക്കുള്ളൂ. പുളി പഞ്ചസാരയുടെ കൂടുമ്പോഴാണ്, പിന്നെ ഈസ്റ്റിന്റെ കൂടെ കൂടുമ്പോഴാണ് ഫെർമെന്റേഷൻ നടക്കുള്ളൂ അല്ലേ? സിജോ പിന്നെ എല്ലാ വർഷവും വൈൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരുന്ന ഒരാളാണ്.
സ്ഥിരം കസ്റ്റമർ തരുന്നുണ്ടോന്നുള്ള സംശയമാണ്. സ്ഥിരം കസ്റ്റമർ ആണ്. സ്ഥിരം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എല്ലാ വർഷവും ക്രിസ്മസിന്റെ സമയമാകുമ്പോ ഇടുന്നത് ഏലക്ക അല്ല ഗ്രാമ്പൂ ഇടുന്നുണ്ട്, പട്ട. ഇത് നമ്മൾ അധികം ഇടുന്നില്ല, കുറച്ച് മതി. ഫ്ലേവർ മാറിപ്പോകും. അതിന്റെ ഫ്ലേവർ, മുന്തിരിയുടെ ഫ്ലേവർ മാറിയിട്ട് പട്ടയുടെ അതിന്റെ ഏതെങ്കിലും ഫ്ലേവർ മാറും. പട്ട ഇട്ടു. അതുപോലെ ഏലക്ക പിന്നെ നമ്മള് കിഴി. ഇത് നമ്മള് സൂചി ഗോതമ്പ് കേട്ടോ. അത് നമ്മള് കിഴിയോട് കൂടി തന്നെ നമ്മൾ ഇടുക കേട്ടാ. അത് നമ്മള് ആ തുണി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കഴുകി പക്ക ഇതാക്കിയ ഇതാട്ടോ വരുന്നത്. ഉണക്കിയെടുത്താണ്. ഇനി നമുക്ക് വരുന്നത് ഈസ്റ്റ് ഇടുന്നത് സിജോപ്പ എന്തിനാണ്? ഫെർമെന്റേഷൻ. ഇത് നമ്മുടെ ക്രിസ്മസ് ഈ പ്രാവശ്യത്തെ ഉണ്ടല്ലോ, തകർക്കും, കളറാക്കും. നമ്മള് 3 കുപ്പി 10 രൂപേന്റെ ഇതാട്ടോ, 3 പാക്കറ്റ് നമ്മൾ തരുന്നുണ്ട്. എന്നിട്ട് നമ്മള് ഇളക്കുന്നു, ഒന്നുകൂടെ ഇളക്കുന്നുണ്ട്. 1.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് അത് നമ്മൾ ആ മുന്തിരിയൊക്കെ കിടക്കുന്നതിന്റെ മുകളിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് തിളപ്പിച്ച് ആറി ശരിക്കും ചൂട് പോകണം, റൂം ടെമ്പറേച്ചർ ആറിയണം. അതായത് നമ്മളിത് പക്കയിട്ട് തിളപ്പിച്ചെടുത്ത്, അത് പച്ചവെള്ളം ഇതിൽ തൊടുകയെ ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മൾ 1.5 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തു. ഓക്കെ, ഇന്നൂടെ ഇളക്കും. പക്കയായിട്ട് ഇളക്കണല്ലോ. അത് ക്ലിയർ ആയിട്ട് കിഴിയായിട്ടുണ്ട്, കിഴി തടസ്സം ഉണ്ടാവും, തടസ്സം പോലെ. എന്നിട്ട് നമ്മളിത് തുണി കൊണ്ട് ഒന്ന് മൂടണം അല്ലേ സിജോപ്പ? മൂടിയിട്ട് നമ്മള് ഇത് വെച്ച് ജസ്റ്റ് ഒരു വിരിട്ടായി. ക്ലിയർ, പക്കായിട്ടോ. ഇനി നമ്മളിത് എന്താ അടുത്തെന്ന് കഴിഞ്ഞാൽ ഒന്നരാടം ഇളക്കണം. നമ്മളിത് തുറക്കുന്നു, ഇളക്കുന്നു. അങ്ങനെ നമ്മൾ 21 ദിവസം നമ്മള് സൂര്യൻ പ്രകാശം തട്ടാതെ ഇരുട്ട് റൂമിൽ നമ്മൾ വെക്കണം. അപ്പൊ ഒന്നരാടെ ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്തത്. പിന്നെ നമ്മൾ 21ാമത്തെ ദിവസമാണ് ഇത് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ബാക്കി കൂടി നമ്മൾ കാണിച്ചുതരാം. അപ്പൊ നമ്മളങ്ങനെ നീണ്ട 30 ദിവസമായി കേട്ടോ. 30 ദിവസത്തിന് ശേഷം നമ്മളിത് ഇടയ്ക്ക് നമ്മളിത് ഒന്നരാടം തുറക്കുന്നുണ്ടാകും, തുറന്ന് ഇളക്കുന്നുണ്ടാകുന്നു. അങ്ങനെ നമ്മൾ ഇന്നിത് ഊറ്റിയെടുക്കാനുള്ള പരിപാടി കേട്ടോ. എന്താ പറയുക, ഒന്നരാടം വെച്ച് നമ്മളിങ്ങനെ മറ്റേ ഇളക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ മോനെ വേറെ ലെവലും വേണം തന്നെ കേട്ടോ. ആ കളറ്, ഇത് നമ്മള് ഈ ഇതുണ്ടല്ലോ സ്പൂണൊക്കെ, ഇതൊക്കെ നല്ല വെറ്റായിട്ടാട്ടോ നമ്മൾ ചെയ്തത്. അതായത് നമ്മൾ ഉണക്കി എടുത്തിട്ടാട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്ക് ഇങ്ങനെ കിട്ടുന്നില്ല. അപ്പൊ നമ്മളിത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മളിത് ഊറ്റാണ്. അതായത് നമ്മൾ ഒരു വെള്ള തോർത്തുമുണ്ട് എടുത്തിട്ടുണ്ട്. തോർത്തുമുണ്ട് എടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസിന്റെ, ഇതിൽ സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനം നമ്മൾ തൊടാൻ പാടില്ല കേട്ടോ. അപ്പൊ നമ്മള് ഗ്ലാസിന്റെ ഇത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒറ്റ ലെയർ തോർത്തുമുണ്ടാട്ടോ. 2 ലെയർ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം ചാടത്തില്ല. എന്നിട്ട് നമ്മളിത് മെല്ലെ, അതിന്റെ ആ മണം തന്നെ ഉണ്ടല്ലോ. ആ മുന്തിരിയൊക്കെ ഇതായിട്ടുണ്ട് അല്ലേ? മുന്തിരിയൊക്കെ അലിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എന്തായാലും ഉഷാറാക്കൂട്ടോ. കൈയൊക്കെ നല്ല രീതിയിൽ നമ്മൾ വെള്ളത്തിന്റെ ഒരു അംശം പോലും ഉണ്ടാവരുതേ. നമുക്ക് ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു മണം അങ്ങനെ വരും കേട്ടോ. നമ്മളിത് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഫുള്ള് പിഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇത് ഒന്നും കൂടി ഇതിന്റെ ഫുള്ള് എടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി പിഴിയും. അതിന്റെ കുരുവൊക്കെ വേറെ ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഉണ്ടാക്കിയപ്പോ പറഞ്ഞില്ലേ കിഴി, ഗോതമ്പിന്റെ കിഴി കുത്തിയത്. നമ്മളാ കിഴി
നമ്മൾ ഈ ഗോതമ്പ് കിഴിയോട് കൂടി ആട്ടോ ഇട്ടാ. കാരണം വെച്ചാൽ അതിന്റെ ഇത് ഏതാ കളറ് കിട്ടാൻ കളറ് കണ്ടോ ഗോതമ്പിന്റെ കളർ വരുന്നുണ്ടോ ഇതിന്ന് ആ ഗോതമ്പിന്റെ ഒരു പാൽ കളർ ഇറങ്ങും. അത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് കിഴിയിൽ കെട്ടി വെച്ചത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന് ഇത് മാത്രമേ നമ്മൾ അധികം പിഴിയുന്നില്ല. അത് കളർ ആ ഒരു മുന്തിരിന്റെ കളർ നമുക്ക് മിസ്സാവും. അപ്പൊ അതുകൊണ്ട് നമ്മളത് അധികം പിഴിയുന്നില്ല. ഓ ആ പാല് പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് പിഴിയുമ്പോ തന്നെ കണ്ടോ ഇങ്ങനെ. അപ്പൊ അത് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് മാറ്റി വെക്കണതാണ്. അങ്ങനെ ഇതിലായിരുന്നെങ്കിൽ ഉണ്ടോ ഇതിന്റെ നമ്മുടെ വീഞ്ഞിന്റെ കളർ ആകെ മാറിപ്പോയെന്നു കേട്ടോ. അപ്പൊ ഇതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് മാറ്റി വെക്കണം എന്നുള്ള രീതിയില് ഇത് ഇതിലേക്ക് നമ്മൾ വെക്കുന്നില്ല. ഇതിന് നമ്മുടെ ആവശ്യമില്ല കേട്ടോ. ആക്ച്വലി നമുക്ക് ഇത് ഇനി ഒന്നുകൂടി പിഴിയണം കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പൊ നമ്മുടെ 4 കിലോ മുന്തിരി എന്ന് പറഞ്ഞത് നമുക്ക് അവസാനം പിഴിഞ്ഞ എല്ലാവരും കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇത്ര ആയിട്ടോ. നമുക്ക് എന്നിട്ടൊരു നമ്മളിത് 5 ലിറ്ററിന്റെ ബോട്ടിലാട്ടോ. അതിലൊരു ഓൾമോസ്റ്റ് 5 ലിറ്റർ തന്നെ കിട്ടിയിട്ടോ. അപ്പൊ 4 കിലോ മുന്തിരി കൊണ്ട് നമുക്ക് 5 ലിറ്റർ ആട്ടോ നമ്മൾ ഉണ്ടാക്കിയേ. അതായത് ലാസ്റ്റ് വരെ നമ്മൾ പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഞാൻ ഇതുവരെയായിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് ഒരുമിച്ച് എന്തായാലും ടേസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മളെ നീണ്ട 30 ദിവസത്തിന്റെ കാത്തിരിപ്പാട്ടോ നമ്മൾ ഉണ്ടാക്കി സാധനം ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കളർ ഇപ്പോ ഒരു അങ്ങ് പ്യുവർ കളർ വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിലൊന്നും മട്ടടിയാനുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം ക്രിസ്മസ് ഉഷാറാവും കേട്ടോ. കൊള്ളാം. നമുക്ക് അധികം പഞ്ചസാര ഇടാത്തോണ്ടാണെന്ന് തോന്നുന്നു. ആ ഒരു വീര്യം കാര്യങ്ങളുണ്ട്, ഈസ്റ്റ് ഉണ്ട്, ബാക്കി എല്ലാം ഉണ്ട്. അപ്പോൾ സംഭവം ഉഷാറുണ്ട്. ഇതിന്റെ കളർ ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇട്ടതാണ്. അപ്പൊ ഇതിന്റെ കളർ നോക്ക്. ഇതിന്റെ കളർ ഇത് ഒരു 2-3 മണിക്കൂറും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അടിഞ്ഞിട്ട് ഈ ഒരു കളറിലേക്ക് വരും കേട്ടോ. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏതാ എങ്ങനെയുണ്ട് നോക്കാം. എടാ ഇതിന്റെ കളർ കണ്ടോ? ഇതാണ് അതിന്റെ ഡിഫറൻസ്. ഇതും നമ്മളിത് ഇതുപോലെ തന്നെ ആവും. ഇതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ തരാം. സൂപ്പർ. വീഞ്ഞിരിക്കും തോറും വീര്യം കൂടും കേട്ടോ. അപ്പൊ അതാണ് ഇതിന്റെ സംഭവം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തായാലും. ഓക്കെ ബൈ.